ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി എന്തായാലും വൈകണ്ട. വരുന്നത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ജോയിൻ ആയിക്കോളും. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് ഇതുവരെ എടുത്തിട്ടുള്ള ശ്ലോകങ്ങളുടെ ഒരു സമ്മറി എന്ന് പറയാന്നായിരുന്നു. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും, ഇതുവരെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഹരേ കൃഷ്ണ. ജയ ശ്രീല പ്രഭുപാദ് കി ജയ്, ജയ ഗുരുരാജ് കി ജയ്, പുരുഷോത്തമാസ് കി ജയ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ കുറച്ച് കുറച്ച് ദിവസമായിട്ട് PPT ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫോണിൽ കണക്ട് ചെയ്തതാണ്. അപ്പൊ ഇതിൽ PPT ഫോട്ടോസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജലാശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരഗദാധാമതേയ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ജയ ശ്രീല പ്രഭുപാദ് കി ജയ്, ജയ ഗുരുരാജ് കി ജയ്. അപ്പൊ നമ്മൾ പുരുഷോത്തമ മാസത്തിനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. എന്താണ് പുരുഷോത്തമ മാസം, എന്തുകൊണ്ടാണ് പുരുഷോത്തമ മാസത്തിന് ഇത്രയും പ്രാധാന്യം വന്നത്, വേദങ്ങൾ പുരുഷോത്തമ മാസത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്, ഈ പുരുഷോത്തമ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിലെ പ്രധാന പ്രാർത്ഥനകൾ എന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ സൗരാഷ്ട്രകത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പരാമർശം എന്ന് പറയുകയാണെങ്കിൽ പത്മപുരാണം, അതുപോലെ തന്നെ സ്കന്ദപുരാണത്തിലൊക്കെ ഈ ഒരു പുരുഷോത്തമ മാസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അധിക മാസം. അപ്പൊ ഞാൻ അധിക ദേവിയുടെ ഒരു കഥയൊക്കെ പറയണ്ടായി. അതൊന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ എല്ലാ വേദങ്ങളിലും ഒരു ചെറിയ ചുരുക്കം പറയുകയാണെങ്കിൽ പുരുഷോത്തമ മാസം എന്ന് പറയുന്നത് ഭഗവാന് വളരെ പ്രിയപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ ഭക്തന്മാർക്കും വളരെ പ്രിയപ്പെട്ട മാസമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു മാസം ചെയ്യുന്ന, ഭക്തിയിൽ ചെയ്യുന്ന വളരെ തുച്ഛമായ കാര്യങ്ങൾ പോലും നമുക്ക് വളരെ വലിയ വലിയ റിസൾട്ട് ആണ് തരുന്നത്. ആ ഒരു കാര്യമാണ് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കിയത്, ആ ഒരു പുരുഷോത്തമ മാസത്തിന്റെ മഹത്വത്തെ കുറിച്ച്. സൗരാഷ്ട്രം നമ്മൾ നിത്യവും നമ്മൾ പാടുന്നുണ്ട്. അതിന്റെ കൂടെ രണ്ട് ഇതും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ഗോവർദ്ധന പ്രണാമവും അതുപോലെ തന്നെ ഈ വന്ദേ നവഘന ശ്യാമ എന്നുള്ളൊരു മന്ത്രവും നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. അതിന് കൂടെ കോട്ട് ചെയ്തിട്ട് 3 പ്രാവശ്യം നിത്യവും ഇത് പറയുന്നത് വളരെയധികം നല്ലതാണ്. ഇനി അതിന്റെ കൂടെ നമ്മൾ ഭഗവാന്റെ ഗുണങ്ങൾ എന്ന കാര്യങ്ങൾ കുറച്ച് ഒരു എക്സ്ട്രാ ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സുരമ്യങ്ക, അതായത് ഭഗവാന്റെ ആ ഒരു ഭംഗിയുള്ള ശരീരത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഭഗവാന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ആളാണ് ഭഗവാൻ. അപ്പം എല്ലാം അല്ലെ, ചില ആൾക്കാരൊക്കെ 1-2 ലക്ഷണങ്ങൾ ഉണ്ടാവും. ഭഗവാൻ എല്ലാ ലക്ഷണങ്ങളും കൊണ്ടും ഭഗവാൻ എന്താണ്, പരിപൂർണനാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അടുത്തത് രുചിര. രുചിര എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാരെയും മനം മയക്കുന്ന അല്ലെ, സൗന്ദര്യം മാത്രം അങ്ങനെ ഉണ്ട്, സ്വഭാവം ശരിയില്ല, അങ്ങനെയല്ല. എല്ലാം കൊണ്ടും ഭഗവാൻ എല്ലാരെയും മനം ഉണ്ടാക്കി കളയുന്നു, കവരുന്ന ആളാണ്. ചിത്തച്ചോരനാണ് ഭഗവാൻ. എല്ലാരെയും രസിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെ 3 ഗുണങ്ങളെ കുറിച്ച് നമ്മൾ റാൻഡംലി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിക്ചർ അല്ലെ, ഭാഗവതത്തിൽ നമ്മളുടെ ഒരു അവസ്ഥയെ, അതായത് നമ്മൾ ഈ ഭാഗവതം അല്ലെങ്കിൽ ഈ പുരുഷോത്തമ മാസത്തിനെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഭഗവത്ഗീത ഈ ഒരു ശ്ലോകം ഇങ്ങനെ ഈ ഒരു 15-ാമത്തെ കാര്യങ്ങൾ, അദ്ദേഹത്തിലെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഒരു റീസൺ എന്താണ്, നമ്മളെ കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഈ ഭൗതിക ലോകത്തിലെ നമ്മളെ അവസ്ഥയെ കുറിച്ചിട്ടൊരു ഒരു ഭാഗവത്തെ പറയുന്ന ഒരു കാര്യം നമ്മൾ വിവരിച്ചിരുന്നു, ഒരു ചിത്രം രൂപത്തില്. അപ്പൊ ആ ഒരു കഥയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു ചുരുക്ക രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ ഇത്ര തന്നെ ഡേഞ്ചർ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ആളുടെ അതേ അവസ്ഥയാണ് നമ്മൾക്കുള്ളത്. അപ്പൊ നമ്മളും ഈ ഒരു 5 മിനിറ്റ് കൂടെ വരുന്ന ഈ ഒരു തേൻതുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മളും കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം,
ഈ ഒരു ഭാഗവതമാകുന്ന ഏണിയിലെ ഓരോ പടികൾ നമ്മൾ കയറിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുകയാണ് അല്ലെ. നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ ഭഗവാനെ കുറിച്ച് അറിയാനും എന്താ പറയാ സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിലേക്കാണ് കടന്നത്. ഞാൻ ജസ്റ്റ് വിവർത്തനം മാത്രം എല്ലാത്തിനെ വായിച്ചിട്ട് അങ്ങനെ നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ വിവർത്തനം പറഞ്ഞിരുന്ന എന്താണ്? പരമദിവ്യോത്തം പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. അപ്പൊ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു ആ ഒരു ശ്ലോകം. അപ്പൊ ഭൗതിക ലോകത്തിന് ഒരു തലകീഴായിട്ടുള്ള എന്താണ് ആൽമരത്തോടാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു അശ്വത്ത് എന്ന് പറഞ്ഞാൽ ആൽമരാണ്, ഊർധ്വ എന്ന് പറഞ്ഞാൽ മേലോട്ട്, മൂല എന്ന് പറഞ്ഞ വേരാണ്. അപ്പം ഈ ഒരു ഒരിക്കലും നശിക്കാത്തത്, അവ്യ എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. അപ്പൊ ആ ഒരു നശിക്കാത്ത ആൽമരത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഈ ഒരു ആൽമരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തത് നശിക്കാത്തതാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ വേര് എവിടേക്കാണ്? മേലോട്ടാണുള്ളത്. പിന്നെ അതിന്റെ എന്താണ്? ഇലകൾ, പർണാണി എന്ന് പറഞ്ഞ ഇലകൾ. ഇലകൾ എന്താണ് ഈ മരത്തിന്റെ? അത് വേദമന്ത്രങ്ങളാണ്. അപ്പൊ ഈ ഒരു മരത്തിനെ കുറിച്ച് അറിയുന്നവനാണ്, ഇലയെ കുറിച്ച് അറിയുന്നവനല്ല. അതായത് വേദമന്ത്രങ്ങൾ അറിയുന്നവനല്ല വേദജ്ഞൻ. ആരാണ്? മരത്തിനെ കുറിച്ച് അറിയുന്നവനാണ് വേദജ്ഞൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ നമ്മൾ അപ്പൊ ഇതിന്റെ ഒരു ചുരുക്കം എന്താണ് നമുക്ക് മനസ്സിലായത്? വേദങ്ങൾ അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ എന്തറിയണം? അതിന്റെ സാരാംശം, ആ മൊത്തത്തിലുള്ള കഥ അല്ലെ, ഭഗവാനെ കുറിച്ച് അറിയണം. എല്ലാ വേദങ്ങളുടെയും സാരം എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയുക എന്നാണ്. ഇപ്പൊ കുറെ ആൾക്കാർ വേദ പഠനമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെങ്കിൽ ഭഗവാനെ അറിഞ്ഞില്ലെങ്കിൽ ആ പഠനം കൊണ്ടൊന്നും തന്നെ യാതൊരു കാര്യമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ അതിന് ഞാൻ ഒരു ചിത്രരൂപത്തിൽ പറഞ്ഞിരുന്നു, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് എന്താണ് ഭഗവാന്റെ ധാമം അല്ലെ, ആധ്യാത്മിക ലോകം. അതെപ്പോഴും ഉണ്ട്. അതെന്താണ്? ശാശ്വതമാണ്, ഒരിക്കലും നാശമില്ലാത്തതാണ് ഭഗവാന്റെ ലോകം. അപ്പൊ നമ്മള് ഈ ഒരു നദിയിൽ കാണുന്ന ഈ ഒരു പ്രതിബിംബമാണ് ഭൗതിക ലോകം. ഇതിനെപ്പോഴും നമുക്ക് കാണാൻ പറ്റത്തില്ല. ചില സാഹചര്യത്തിൽ അത് മിന്നിയതായും കുറച്ച് അവിടെയും ഇവിടെയും ഒക്കെ നമുക്ക് കാണും. അതെന്താണ്? അശാശ്വതമാണ്. അപ്പൊ ഭഗവാന്റെ ലോകത്തിന്റെ പ്രതിബിംബമാണ് നമ്മളിലുള്ള ഈ ഒരു ഭൗതിക ലോകം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി പറയുന്നത് ഇവിടെ, അതായത് ഭഗവാന്റെ ലോകത്തുള്ള എല്ലാ, അതായത് സ്നേഹം, അതുപോലെ ബന്ധങ്ങൾ, എല്ലാത്തിന്റെ ഒരു പ്രതിബിംബമായിട്ടാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത് എല്ലാം തന്നെ. അതിന്റെ ഒരു മായാ ലോകത്തിൽപ്പെട്ട രൂപം അല്ലെ. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹം അല്ലെങ്കിൽ സന്തോഷം, സമാധാനം, ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ആ ഒരു ലോകത്തിലേക്ക്, ശാശ്വത ലോകത്തിലേക്ക് പോകണം. ഇവിടെ നമുക്ക് എന്ത് ലഭിച്ചാലും എന്താണ്? അത് അശാശ്വതമാണ്, താൽക്കാലികമാണ് എന്നുള്ള കാര്യം നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കി. ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ പഠിച്ചേ? രണ്ടാമത്തെ ശ്ലോകത്തിന് വിവർത്തനം വായിക്കാം. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയവിഷയങ്ങളാണ് ഇതിന്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴേക്ക് കിടക്കുന്ന വേരുകളുമുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ ഫലോധിഷ്ഠിത കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രേ. അപ്പൊ ഈ മരത്തിനെ കുറച്ചും കൂടെ വിവരിക്കുകയാണ്. അപ്പൊ ഈ മരത്തിന് എന്തുണ്ട്? മേലോട്ടും താഴോട്ടുമായിട്ടുള്ള ശിഖരങ്ങളുണ്ട്. ഈ ഒരു തലകീഴായിട്ട് കിടക്കുന്ന വൃക്ഷത്തിന് മേലോട്ടും താഴോട്ടുമായിട്ടുള്ള ശിഖരങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു വൃക്ഷത്തിനെ പോഷിപ്പിക്കുന്നത് എന്താണ്? ഭൗതിക ഗുണങ്ങളാണ്, ത്രിഗുണങ്ങളാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സത്വ രജോ തമോ ഗുണങ്ങളെ കുറിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഗുണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഭൗതിക ലോകമാകുന്ന മരത്തിനെ പോഷിപ്പിക്കുന്നത്. ഇനി ഈ ശാഖകൾ, മേലോട്ടും താഴോട്ടുമായി കിടക്കുന്ന ശാഖകളെ കുറിച്ച് പറയുന്നത് എന്താണ്? 14 ലോകങ്ങളാണ് അല്ലെ. അപ്പം 7 ലോകങ്ങൾ താഴോട്ടും മേലോട്ടും, 7 ലോകങ്ങൾ താഴോട്ടും ഉള്ള ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ കർമ്മങ്ങൾ അനുസരിച്ച്, ഓരോരുത്തരുടെ ഗുണങ്ങൾ അനുസരിച്ച് ഈ സത്യലോകം വരെ ഒരു മനുഷ്യന് പോകാൻ പറ്റും. പക്ഷെ എവിടെ പോയാൽ എന്ത് ചെയ്യണം? തിരിച്ചു വരണം. എവിടെ? ഈ ഒരു ഭൂർലോകത്താണ് നമ്മളുള്ളത് അല്ലെ. ഏഴാമത്തെ ഈ ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഇപ്പൊ നമ്മുടെ കർമ്മം അനുസരിച്ച് നമ്മൾ ഒന്നില്ലെങ്കിൽ മേലോട്ട് പോകും, അല്ലെങ്കിൽ താഴോട്ടേക്ക് പതിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ദേവന്മാരുടെ ആ ഒരു സ്ഥാനത്ത് വരെ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ അവിടുന്ന് നമ്മൾ ഒരു കർമ്മത്തിന്റെ ഒരു എന്താ പറയാ ഒരു ലിമിറ്റ് കഴിയുമ്പോ, നമ്മൾ ചെയ്ത നന്മയുടെ ലിമിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും താഴേക്ക് ഭഗവാന്റെ ഒരു എന്താ പറയാ ഭൂലോകത്തേക്ക് വരേണ്ടി വരും.
അതുപോലെ ചീത്ത കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ താഴോട്ടേക്ക് പതിക്കും. എന്നിട്ട് അതിന്റെ സമയം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് വരേണ്ടി വരും? ഈ ഒരു ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പൊ ഒരു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകങ്ങൾ 14 ലോകങ്ങൾ ഉള്ളത് എവിടെ തന്നെയാണ്? ഭൗതിക ലോകമാകുന്ന ആ ഒരു ഭൗതിക വൃക്ഷത്തിൽ തന്നെയാണ് ഉള്ളത്. പ്രതിബിംബമായ വൃക്ഷത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അതെന്താണ്? ഈ ശാഖകൾ മേലോട്ടായാലും ശരി താഴോട്ടായാലും ശരി എല്ലാം തന്നെ എന്താണ്? അശാശ്വതമാണ്. ഇവിടെ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സമാധാനമോ സ്ഥാനമോ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഈ ഗുണങ്ങൾ അല്ലെ, ഈ ഗുണങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഗുണം നിർഗുണം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തണം. അപ്പൊ ആ സമയത്താണ് നമ്മൾ വീട് അമ്പലമായി. അപ്പൊ അതിൽ നമ്മൾ ഭാഗത്തിൽ ഒരു ഭാഗം കോട്ട് ചെയ്തിരുന്നു അല്ലെ, എങ്ങനെയാണ് നിർഗുണത്തിലേക്ക് എത്തുക? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ ഇവർക്കൊക്കെ ഉള്ള അനുഭവങ്ങൾ അവരെവിടെയാ വസിക്കുന്നെന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഈ 3 ഗുണങ്ങളെ നമ്മൾ അതിജീവിക്കണം. അപ്പൊ നിർഗുണത്തിലേക്ക് എത്തുന്നവര് അമ്പലത്തിൽ വസിക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പൊ ഭൗതിക ലോകത്തിൽ നമുക്ക് ഒരിക്കലും അമ്പലത്തിൽ വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ വീട് എന്താക്കി മാറ്റാം? ഒരമ്പലമാക്കി മാറ്റാം. പ്രഭാതനെ പോലുള്ള ആചാര്യന്മാരുടെ കാരുണ്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വീട് അമ്പലമാക്കി മാറ്റാം. ഒരു അമ്പലത്തിൽ എന്തൊക്കെ ഉണ്ടാവുക? അർച്ചനാമൂർത്തി അല്ലെ, ഭഗവാൻ ഉണ്ടാവും. അതുപോലെ ഭഗവാന്റെ കീർത്തനം ഉണ്ടാവും, ഭഗവാന്റെ അർച്ചന ഉണ്ടാവും, ഭഗവാന്റെ നാമസങ്കീർത്തനം ഉണ്ടാവും. അതുപോലെ തുളസി ആരാധന, അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തു കഴിഞ്ഞ് വീട്ടിൽ തന്നെ ആ ഒരു അമ്പലത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മളെ ഗുണവും എന്താവും? നിർഗുണത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു വൃക്ഷത്തിൽ നമുക്ക് ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു വഴി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മള് മൂന്നാമത്തെ 4-ാമത്തെ ശ്ലോകം നമ്മൾ ഒന്നിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ അതിലെന്താ പറയുന്ന വിവർത്തനം? ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേരുറച്ചുയർന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചു വരവില്ലയോ ആ ദിവ്യപദം കൂകി സ്മരണാതീത കാലം മുതൽക്കേയുള്ള എല്ലാത്തിന്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു, നമുക്ക് ഇതിന്റെ ഒരു വേര് അല്ലെ, ഈ ഒരു ഭൗതിക ലോകത്തിന്റെ വേര് കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ഒരു പിടുത്തവും കിട്ടില്ല. എവിടെ നിന്നാണ് തുടങ്ങിയത്, എവിടെയൊക്കെയാണ് പോകുന്നത് അല്ലെ. നമ്മളിപ്പോ ഈ യോഗാചാര്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെയൊക്കെ പോയാലും നമ്മൾ വീണ്ടും വീണ്ടും താഴോട്ട് തന്നെ പതിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെ. ഈ ഗുണങ്ങള്, ത്രിഗുണങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൗതിക ലോകത്തിന്റെ കുറെ സ്വഭാവങ്ങൾ, അതൊക്കെ വളരെ വേരുറച്ചതാണ് ഇവിടെ. അപ്പൊ നമുക്ക് അതിന്റെ ഒന്നും അറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? പക്ഷെങ്കിൽ 3 തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ആ 3 കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭൗതിക ലോകത്തെ വിച്ഛേദിച്ചിട്ട് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. എന്തൊക്കെയായിരുന്നു അത്? ഭക്തി, വിരക്തി, ദൃഢനിശ്ചയം. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു അല്ലെ. അപ്പം ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഭൗതിക ലോകത്ത് നിന്ന് നമുക്ക് മാറി, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തെ മുറിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാന്റെ ഒരു ശാശ്വതമായിട്ടുള്ള ധാമത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത്രയും ക്ലിയർ ആണ് ഇക്കാര്യങ്ങൾ അല്ലെ. അത് നമുക്ക് ഈ ഒരു ഭൗതിക ലോകത്തിന്റെ വേര് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. കാരണം അത് അത്രയും ആഴത്തില് ഉള്ളതാണ്. നമ്മള് മറ്റേ ഈ ഒരു എന്താ പറയാ, ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് നിരാകാരത്തിലേക്ക് പോയി അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല. അത്രയും നിഗൂഢതകൾ നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. നമുക്ക് അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല അല്ലെ. നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ നമുക്ക് പ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെ. അപ്പം അങ്ങനെ നമ്മള് ഡിസ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3 കാര്യങ്ങളിലൂടെ ഈ ഭൗതിക ലോകത്തിനെ വിച്ഛേദിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ നമ്മള് പ്രയത്നിച്ചാൽ മതി. അതിൽ ഒന്നാണ് വിരക്തി. നമ്മൾ പറഞ്ഞു ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും അല്ലെ. അപ്പൊ വിരക്തി എന്ന് പറയുന്നത് എന്താണ്? ഒന്നിനിൽ നിന്നും മാറി നിൽക്കലല്ല, പക്ഷെങ്കിൽ എല്ലാം ഉണ്ടായിട്ടും അതിന്റെ ഒരു ഉടമസ്ഥാവകാശം ഞാനല്ല അല്ലെ, എന്റേതല്ല ഇതൊന്നും, ഭഗവാൻ എനിക്ക് തന്നതാണ്. ഇപ്പൊ ആരായിക്കോട്ടെ, സ്വന്തം മക്കളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, നമ്മുടെ കയ്യിലുള്ള സ്വത്തായിക്കോട്ടെ, വീടായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ നമുക്ക് ഭഗവാൻ തന്നതാണ് അല്ലെ. ഒന്നിന്റെയും ഉടമസ്ഥര് നമ്മളല്ല. അപ്പൊ ആ ഒരു ചിന്ത, ആ ഒരു ബോധമാണ് ശരിക്കും വിരക്തി എന്ന് പറയുന്നത്, ഒരു ഡിറ്റാച്ച്മെന്റ്. എല്ലാം ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അതിനോട് അധികം നമ്മൾ മനസ്സിനെ അതിനകത്തേക്ക് കൊടുക്കരുത്. അതാണ് വിരക്തി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒന്നിൽ നിന്നും മാറി നിൽക്കലല്ല.
എല്ലാവരോടും നമ്മൾ ഇടപെടണം, എല്ലാവരുടെ കൂടെ നമ്മള് എല്ലാവരുടെ കൂടെ നമ്മൾ നിൽക്കണം, എല്ലാവർക്കും നല്ല ബഹുമാനങ്ങൾ കൊടുക്കണം, ഒക്കെ നമ്മൾ ചെയ്യണം. പക്ഷെങ്കില് മനസ്സ് നമ്മൾ ആർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ? മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്ത, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, ഭഗവാൻ ആരാണ്, ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ആ ഒരു കാര്യം എപ്പോഴും ഉള്ളിൽ ബോധം ഉണ്ടാവണം. രണ്ടാമത്തതാണ് ഭക്തി, അല്ലെ? ഈ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു വലിയ ഒരു പ്രോസസ്സാണ്, അല്ലെ? നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നമുക്ക് പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് പ്രയത്നിക്കാം ദൃഢനിശ്ചയത്തോടെ, അല്ലെ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിക്കോട്ടെ അത് നിത്യമായിട്ട് ചെയ്യുക ദൃഢനിശ്ചയത്തോടെ, ഇല്ലേ? ഈ പുറ്റുണ്ടാക്കുന്നത് പോലെ നമ്മള് ഓരോരോ മണിമണിയായിട്ടല്ലേ നിത്യവും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും ഭക്തിയാകുന്ന ആ ഒരു വൃക്ഷത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മേലോട്ട്, അല്ലെ, ഭഗവാന്റെ കാലടിയിലോട്ട് നമുക്ക് അങ്ങനെ വൃക്ഷത്തെ വളർത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിരന്തരമായിട്ട് ചെയ്യുന്നത്. എന്ത് കുഞ്ഞു കാര്യം ആയിക്കോട്ടെ, ഒരു മാല ജപം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് കേൾക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഓഫർ ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് ചെയ്യുന്നതാണെങ്കിലും അത് എന്ത് ചെയ്യണം? നിത്യമായിട്ട് ചെയ്യണം. അതാണ് ദൃഢനിശ്ചയം. അപ്പൊ ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മള് വ്യക്തമായിട്ട് നമ്മൾ അതിൽ പറഞ്ഞു. അടുത്ത എന്താണ്? അഞ്ചാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? 3 വേറെ കാര്യങ്ങളെ കുറിച്ചാ പറയണത്. മിഥ്യാഭിമാനം, മായാമോഹം, ദുസ്സത്സംഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽപ്പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. അപ്പൊ നമ്മള് 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതാണ് ആദ്യത്തെ പടി. ഇനി അത് കുറച്ചും കൂടെ അതിനകത്ത് എത്തിക്കഴിഞ്ഞാലും വേറെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? 3 കാര്യങ്ങളെ കുറിച്ച്, 3 ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മിഥ്യാഭിമാനം മുന്നേ പറഞ്ഞിരുന്നു, അല്ലെ? എല്ലാത്തിന്റെയും ഉടമസ്ഥത ഞാനാണ് എന്നുള്ള ഒരു ചിന്ത, മിഥ്യാഭിമാനം ഇല്ലാതിരിക്കണം. പിന്നെ വ്യാമോഹം, മായാമോഹം, അതായത് ഈ മായയോടുള്ള ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് നമുക്ക് ഇല്ലാതിരിക്കണം. പിന്നെ സത്സംഗം, നമ്മള് ദുർസത്സംഗം എന്ന് പറഞ്ഞാല് വേണ്ടാത്ത കൂട്ടുകെട്ട്, അല്ലെ? അത് നമ്മൾ ഒഴിവാക്കണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള ദോഷങ്ങൾ. അപ്പൊ ഈ 3 ദോഷങ്ങൾ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാല് എന്നിട്ട് തൃഷ്ണയിൽപ്പെടാതെ സനാതന തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒടുക്കവും അവസാനവും എന്താ പറയാ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇല്ലാത്തത്. ഇതാണ് സനാതന ധർമ്മം. ഒരിക്കലും തുടങ്ങുകയില്ല, അവസാനിക്കുകയില്ല, എപ്പോഴും ഉണ്ടായിരുന്നതാണ് സനാതന തത്വം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്ങ്ങൾ, അതായത് നമ്മളിപ്പോ ഒന്നും ചെയ്യാതിരുന്നാലും ശരി, എന്തെങ്കിലും ചെയ്താലും ശരി, നമുക്ക് ഈ സന്തോഷവും അതുപോലെ തന്നെ ദുഃഖവും എന്താവും? വന്നുകൊണ്ടേയിരിക്കും. അതൊരു എന്താ പറയാ, തിരമാല പോലെ, ഇങ്ങനെ എന്താ പറയാ, ഏറ്റക്കുറച്ചിൽ പോലെ അതിങ്ങനെ വന്നും പോയി കൊണ്ടേയിരിക്കും. അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എത്ര നല്ല ഒരാളും ശരി നമുക്ക് പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ നമ്മൾ ചീത്ത ഒരാളെങ്കിൽ ശരി നമുക്ക് നല്ലത് വരും. അപ്പൊ ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഭൗതിക ലോകത്തിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഈ ഒരു ദ്വന്ദ്ങ്ങളിൽ പെടാതെ അതിൽ നിന്ന് മോചിതരായി എന്തൊക്കെ വന്നാലും വിഭ്രാന്തരാവാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയുന്നവരാണ് ശാശ്വത സാമ്രാജ്യം പോകുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, അല്ലെ? ഒരു കാര്യമാണ്, അല്ലെ? ഒക്കെ എല്ലാത്തിനും മാറി നിൽക്കാം, ഭഗവാൻ അങ്ങ് സമർപ്പിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെങ്കില് ഇത് നമ്മള് നിത്യവും, നമ്മളിപ്പോ രാവിലെ എണീറ്റിട്ട് ഉറങ്ങണ വരെ സമയം നോക്കിയാൽ നമുക്ക് ഇതിനുള്ള ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നു, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, അപ്പോഴും ഭഗവാനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ? സന്തോഷം വരുമ്പോ എല്ലാം എന്താ പറയാ, മതിമറന്ന് ഭഗവാനെ നമ്മൾ മറന്നു പോകുന്നുണ്ടോ? അതായത് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവണം. ഒരുപാട് സന്തോഷിക്കാനോ ഒരുപാട് ദുഃഖിക്കാനോ പാടില്ല. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഭൗതിക ലോകത്തിന്റെ എന്താ പറയാ, സ്വഭാവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭഗവാനെ എന്ത് ചെയ്യണം? ശരണം പ്രാപിക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു സാമ്രാജ്യം, അതായത് ഭഗവാന്റെ പരമമായിട്ടുള്ള സാമ്രാജ്യം നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? ഒരു കുട്ടീനെ ഇത് പറഞ്ഞല്ലോ. അപ്പൊ ഒരു കുട്ടി അച്ഛന്റെ കയ്യിൽ നിന്ന് എന്താ പറയാ, ഉത്സവത്തിന് അച്ഛന്റെ കൈ പിടിച്ച് പോയായിരുന്നു. അപ്പൊ അവിടുന്ന് ആ തിരക്കിന്റെ ഇടയിൽ ആ കുട്ടി എന്താ പറയാ, അച്ഛന്റെ കൈവിട്ട് പോവാണ്. അപ്പൊ ഒരുപാട് തിരക്കുണ്ട്.
അപ്പൊ അച്ഛന് എവിടെയാന്ന് അറിയില്ല കുട്ടി. അപ്പൊ അച്ഛൻ ദൂരത്ത് പോയി. കുട്ടി ഇങ്ങനെ നോക്കുമ്പോ ആദ്യമൊക്കെ അവന് ഭയം ഉണ്ടായി, അച്ഛന്റെ കൈവിട്ട് പോലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ എന്ത് ചെയ്തു അവൻ, മെല്ലെ മെല്ലെ അവന് കാണുന്ന കുഞ്ഞു കുഞ്ഞു കാഴ്ചകള് അല്ലെ, ബലൂണ്, അതുപോലെ കളിപ്പാട്ടങ്ങൾ. അപ്പൊ അവനില് അത് അവനെന്താക്കി അതിലോട്ട് ഇങ്ങനെ പോവാണ്, കളിപ്പാട്ടങ്ങൾ. പിന്നെ മെല്ലെ അച്ഛൻ അവൻ മറന്നുപോയി. അപ്പൊ നല്ല കളിപ്പാട്ടങ്ങൾ കണ്ടു, പി കണ്ടു, ഐസ്ക്രീം കണ്ടു. അപ്പൊ അവനതിങ്ങനെ നോക്കി നോക്കി ആ ഒരു ഉത്സവ പറമ്പിൽ അങ്ങനെ കറങ്ങി കറങ്ങി നടക്കാണ്. അപ്പൊ പിന്നെ എപ്പോഴോ ആണ് അവന് മനസ്സിലായത്, ശരിയാണല്ലോ എനിക്ക് പോണല്ലോ, എന്റെ അച്ഛൻ എവിടെ പോയി. പിന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആ അച്ഛനെ കുറിച്ച് അന്വേഷിക്കാനും അല്ല ആൾക്കാരോട് പറയാനും ഒക്കെ തുടങ്ങുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ഭൗതിക ലോകത്തില് പെട്ടുപോയതാണ് അല്ലെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളും ഭഗവാനോട് പ്രോമിസ് ചെയ്തിരുന്നു, ഭഗവാനെ എനിക്കിവിടെ കഷ്ടതയാണ് അല്ലെ. ഈ അമ്മയുടെ ഒരു ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വേദനയാണെന്നാ പറയാം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഭഗവാനെ എല്ലാവരും വിളിച്ചിരുന്നു, എല്ലാവരും ഭഗവാനെ വിളിച്ചിരുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കാം, നീ ഒരു ലോകത്ത് പോയാലും നീ എന്നെ മറക്കരുത്, എന്നെ കുറിച്ച് നീ ഓർക്കണം. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ദുഃഖാലയമാണ്, അശാശ്വതമാണ്, ഒക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഭഗവാൻ നമ്മള് വാക്കും കൊടുത്തിരുന്നു, നമ്മൾ ഒരിക്കലും ഭഗവാനെ മറക്കില്ല എന്ന്. പക്ഷെ നമ്മൾ ഈ ഭൗതിക ലോകത്തില് കാലുകുത്തിയ സമയത്ത് എന്താണ്, അച്ഛനമ്മയുടെ സ്നേഹം, പിന്നെ കുറെ കാര്യങ്ങള്, കുറെ കളിപ്പാട്ടങ്ങള്, അവര് ബന്ധുക്കൾ എന്ന് പറഞ്ഞ കുറച്ച് പേര് വരുന്നു. അപ്പൊ ഇവരൊക്കെ സ്നേഹം കണ്ടപ്പോ നമ്മൾ അങ്ങനെ അങ്ങനെ ഭഗവാനെ മെല്ലെ മെല്ലെ മറന്നു പോവാ ചെയ്യുന്നത്. ചില കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത്, ചിരിക്കുന്ന സമയത്ത് പ്രായമുള്ള ആൾക്കാർ പറയും അവര് ഭഗവാനെ നോക്കി ചിരിക്കുകയാണ് എന്നൊക്കെ പറയും. അത് ഒരുപക്ഷെ സത്യമാണ്. നമ്മൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും അവര് ഭഗവാനായിട്ട് അത്രയും കണക്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. നോക്കും അതുപോലെ തന്നെ അവരുടെ സ്വഭാവം, കുട്ടികൾ ഭയങ്കര ഇന്നസെന്റ് ആണ് അല്ലെ, ഭയങ്കര അവരെ ഒരു ദ്വന്ദ്ങ്ങളില്ല. അവരടുത്ത് അഹങ്കാരം അത് ഇങ്ങനെ അവർക്ക് എന്താണോ തോന്നുന്നത് അത് അതുപോലെ തന്നെ അവര് എക്സ്പ്രസ് ചെയ്യും അല്ലെ. അതാണ് ശരിക്കും നമ്മുടെ സാത്വികമായിട്ട് നമ്മുടെ ശരിക്കുള്ള ഒരു ഐഡന്റിറ്റി അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഈ ഭൗതിക ലോകത്ത് വളരും തോറും നമ്മൾ കള്ളങ്ങൾ പറയാൻ പഠിക്കുന്നു അല്ലെ, കുശുമ്പ് കാണിക്കുന്നു, അങ്ങനെ ദേഷ്യം കാണിക്കുന്നു. നമ്മുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ നമ്മുടെ കൂടെ ആരൊക്കെയാണുള്ളത് അതൊക്കെ അനുസരിച്ച് നമ്മുടെ സ്വഭാവം ഇങ്ങനെ മാറി 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 വരുന്നു. കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകെട്ട് കിട്ടുന്നു, പുതിയ പുതിയ കൂട്ടുകെട്ട്. അവരുടെ സ്വഭാവം എന്താണ്, അവരെന്നൊക്കെ ഇതൊക്കെ അവര് മനസ്സിലോട്ട് ഇങ്ങനെ കയറ്റി 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 അവരിങ്ങനെ മാറി മാറി വരികയാണ്. അപ്പൊ ആദ്യം തന്നെ ജനിക്കുമ്പോ തന്നെ എല്ലാവരും വളരെ നിഷ്കളങ്കരാണ് അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ പഠിച്ചേ, പിന്നെ ഇവിടെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു. ആ അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു വഴി എന്നതിനെ കുറിച്ച് നമ്മളൊരു കഥ പോലെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഈ ഒരു ഇതിൽ പെട്ടുപോയിരിക്കുകയാണ് അല്ലെ. അച്ഛന്റെ കൈവിട്ട് വന്നതാണ്, ഭഗവാന്റെ അടുത്ത് നമ്മൾ പുറത്ത് ഭഗവാനെ വിട്ട് നമ്മൾ വന്നതാണ്. അപ്പൊ ഇനി ഭഗവാന്റെ അടുത്തേക്ക് പോണം. ഭഗവാന്റെ അടുത്തേക്ക് പോണെങ്കിൽ, തിരിച്ച് വീട്ടിലേക്ക് പോണെങ്കിൽ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. സൈക്കിൾ ഉണ്ട്, ബൈക്ക് ഉണ്ട്, ബസ് ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്. എന്നിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് ഏത് വഴി പോണം. അപ്പൊ ഇതിൽ നമുക്ക് അറിയാം, ഹെലികോപ്റ്റർ പോയാൽ പെട്ടെന്ന് എത്തും, ബസ് പോയാൽ കുറച്ചും കൂടെ സമയമെടുക്കും, ബൈക്കിൽ പോയാൽ സ്പീഡ് അനുസരിച്ച് സമയമെടുക്കും, സൈക്കിളിൽ പോയാൽ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് വീണ് പോകും, പിന്നെ എണീക്കണം, തളർന്നു പോകും, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനും പല പല മാർഗങ്ങളുണ്ട്. 4 സമ്പ്രദായം, അതുപോലെ നിരാകാര രൂപത്തിൽ പോവും കുറച്ച് ആൾക്കാര്. അപ്പൊ അവരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാം അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് വേദങ്ങൾ പഠിച്ചാലും ഒക്കെ കൂടെ ലാസ്റ്റ് എത്തുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. ശങ്കരാചാര്യർ നമ്മൾ പറയാറുണ്ട് അല്ലെ, ശങ്കരാചാര്യർ ലാസ്റ്റ് എന്താ പറഞ്ഞതെന്നറിയോ? അതായത് ഇതൊക്കെ എഴുതിയിട്ട്, അതായത് വേദങ്ങളില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ എന്താണ്, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അത് മൂഢമായിട്ടുള്ള എന്റെ മനസ്സേ, ഭഗവാനെ ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കിയില്ല എന്ന് മാത്രം. അപ്പൊ എല്ലാത്തിനും അവസാനം ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. പക്ഷെ നമ്മൾ പോകുന്ന രീതി ചിലപ്പോ ഇത് സൈക്കിൾ കുറച്ചും കൂടെ ദൂരം കൂട്ടിയതായിരിക്കും, അതുപോലെ നമ്മൾ വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തുക. പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ഹെലികോപ്റ്റർ തന്നെ ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഭാതറിലൂടെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ഹെലികോപ്റ്ററിൽ കയറി പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ വേറെ അവിടെ ഇവിടെ ഒന്നും ഡിസ്ട്രാക്ട് ആവാതെ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ഒരു സുന്ദര രൂപം അല്ലെ, ആ ഒരു സ്വരൂപത്തിലേക്ക്, അദ്ദേഹത്തിന്റെ കാലടിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഈ മീറ്റിംഗ് ഒന്ന് കട്ടാവും, എല്ലാവരും റീജോയിൻ ചെയ്താൽ മതി കേട്ടോ.
അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും തീർച്ചയായിട്ടും ഏത് രൂപം ഏത് വഴി സ്വീകരിച്ചാലും തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് എത്തും. പക്ഷെ അവരുടെ ആ ഒരു സമയം, എത്താനുള്ള സമയം മാത്രമാണ് വ്യത്യസ്തമാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഇനി ആറാമത്തെ ശ്ലോകത്തിൽ എന്താ പഠിച്ചത്? പരമമായ എന്റെ ആവാസ സ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഭഗവാന്റെ ലോകത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കാര്യം പറയാണ്. അപ്പൊ ഭഗവാന്റെ ലോകത്ത് എന്തില്ല? സൂര്യനോ ചന്ദ്രനോ വൈദ്യുതിയോ ഒന്നും തന്നെ ഇല്ല. ഭഗവാൻ എന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശം വരുന്നത്. നമ്മൾ ബ്രഹ്മസംഹിതയിൽ പഠിക്കുന്നുണ്ട് അല്ലെ? കുറച്ച് കാര്യങ്ങൾ. ചിന്താമണി പ്രകരസത്മഷു കൽപ്പവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പൊ ഭഗവാന്റെ ലോകത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇതാണ് നമ്മൾ അതില് ആറാമത്തെ ശ്ലോകത്തിൽ പഠിച്ചത്. ഇനി ഏഴാമത്തെ ശ്ലോകത്തിൽ എന്താ പഠിച്ചത്? എന്റെ ശാശ്വതാംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ഭദ്രരായ സകല ജീവസത്തകളും. എന്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ഭദ്രരായ സകല ജീവസത്തകളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. അപ്പൊ ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണ് നമ്മൾ അല്ലെ? അപ്പൊ ഭഗവാന്റെ ഗുണങ്ങൾ തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെങ്കില് ഒരു കടലും കടൽ തുള്ളിയും പോലെ അല്ലെ? കടലിൽ ഒരു തുള്ളി വെള്ളം കടലിലെ ഗുണവും രണ്ടിനും ഉപ്പുരസാണ്. പക്ഷെങ്കിൽ അതിന് വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മളിലുള്ള ഗുണങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ ഗുണങ്ങളായിരുന്നു. പക്ഷെങ്കില് ഈ മായാലോകത്തിനുള്ള മായയോട് സമ്പർക്കം വന്ന സമയത്താണ് നമ്മളില് വേണ്ടാത്ത ഗുണങ്ങളൊക്കെ വന്നതും നല്ല ഗുണങ്ങൾ കുറഞ്ഞു പോയതും. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഈ 6 ഇന്ദ്രിയങ്ങളുടെ ഒരു കാര്യം. മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ് അല്ലെ? അവർ കഠിനാധ്വാനം ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇന്ദ്രിയങ്ങള് നമ്മളെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇന്ദ്രിയങ്ങൾ അല്ലെ? അപ്പൊ ഇന്ദ്രിയങ്ങൾ നമ്മൾ പല രീതിയിൽ എന്താ പറയാ ലൈഫിനെ നമ്മളെ മാറ്റിമറിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ കണ്ണുകളാണെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെ? പല പല കാര്യങ്ങൾക്ക് പുറകെ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ എവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്? മനസ്സിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെ? ചെവി കൊണ്ട് നമ്മൾ പല വേണ്ടാത്ത കാര്യങ്ങൾ, പരദൂഷണം അത് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഈ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാനും അതിനോടൊക്കെയുള്ള താല്പര്യം വരുന്നുണ്ട്. അതുപോലെ നമ്മള് വേണ്ടാത്തല്ലേ ജങ്ക് ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പ്രസാദമല്ലാത്തത് വേണ്ടാത്തൊക്കെ രുചിന്റെ പുറകെ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ അതുപോലെ മൂക്കുകൊണ്ട് നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്വസിക്കുന്ന അത് ആസ്വദിക്കാൻ. അപ്പൊ ഇന്ദ്രിയങ്ങൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഭൗതിക ലോകത്ത് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മനസ്സടങ്ങുന്ന ഇന്ദ്രിയങ്ങളാണ് 6 ഇന്ദ്രിയങ്ങൾ, ഉൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ഈ കഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അതിനുള്ള പരിഹാരം എന്താണ്? ഈ ഇന്ദ്രിയങ്ങളെ നമുക്ക് ഒരിക്കലും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല അല്ലെ? ഇന്ദ്രിയങ്ങളെ ഒരിക്കലും നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല. അർജുനൻ തന്നെ പറയുന്നത് എന്താണ്? എനിക്ക് എന്താ പറയാ വളരെ ശക്തമായ കാറ്റിനെ പോലും എനിക്ക് പിടിച്ചു കെട്ടാൻ ഭഗവാനെ, പക്ഷെ എന്റെ ഇന്ദ്രിയങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് ഭഗവാനോട് അർജുനൻ പറയണം. അപ്പൊ അർജുനൻ ഭഗവാന്റെ മിത്രമാണ്. അതുപോലെ ഏത് യുഗത്തിലാ? ദ്വാപര യുഗത്തിലാണ്. ആ യുഗത്തിൽ പോലും ഭഗവാന്റെ മിത്രമായിട്ട് പോലും ഭഗവാന്റെ ഭക്തനായിട്ട് പോലും അർജുനന് സാധിക്കാത്ത കാര്യം ഈ ഒരു കലിയുഗത്തിൽ നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കില്ല. പക്ഷെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഈ ഒരു കലിയുഗത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടുള്ള നാമം അല്ലെ? നാമം, ഭഗവാന്റെ നാമത്തിൽ എല്ലാ പവറും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ഭഗവാന്റെ സർവശക്തിയുള്ള ഭഗവാന്റെ നാമം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ഒരു നാമം അതുപോലെയുള്ള ഭഗവാന്റെ ആരതി ചെയ്യാനും നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലെ? സത്സംഗം, പ്രസാദം കൊടുക്കുക, അതിനുള്ള വഴികൾ നമുക്ക് പലതാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യണം? റീഡയറക്ട് ചെയ്യണം. അതായത് ഇന്ദ്രിയങ്ങളെ നമ്മൾ ആ ഒരു യഥാർത്ഥ രീതിയിൽ ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മൾ വ്യാപൃതരാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു കഷ്ടതകള് അല്ലെ, ജനന മരണമാകുന്ന ആ ഒരു ചക്രത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വീണ്ടും ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് അങ്ങനെ ജീവിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് അതിനനുസരിച്ചുള്ള ശരീരം സ്വീകരിക്കേണ്ടി വരും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എല്ലാം ക്ലിയർ ആണ്. നിങ്ങൾ ചെയ്തത് എന്താണോ അതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ ഭഗവാൻ ഇതിനെ ഒരു തരത്തിലും ഭഗവാൻ ഇടപെടുന്നില്ല. കാരണം ഭഗവാൻ പറയുന്നുണ്ട്
എല്ലാ ജീവാത്മാക്കളും, മരങ്ങളായിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, അതുപോലെ പ്രാണികളായിക്കോട്ടെ, എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഭഗവാൻ എന്താ അവരെ കഷ്ടപ്പെടുത്തുന്നത്? ഭഗവാൻ ആരെയും കഷ്ടപ്പെടുത്തുന്നില്ല. ഭഗവാൻ ആരോടും പ്രത്യേക സ്നേഹവും ഇല്ല. ഭഗവാൻ എല്ലാവരും തുല്യരാണ്. അവരവരുടെ കർമ്മം അനുസരിച്ചാണ് അവരവർക്ക് ഓരോന്ന് കിട്ടുന്നത്. എല്ലാം ഇവിടെ ഭഗവാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്ത് വേണം. ഈ ശരീരത്തിൽ കിടന്ന് കഷ്ടപ്പെടണോ അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോണോ ഒക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിനുള്ള മാർഗങ്ങളും ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി 8ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ ജീവിത സങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പോ നമ്മളുടെ ഈ ഒരു ശരീരം അല്ലെ, ഈ ഒരു ശരീരം അവസാനിക്കുമ്പോ നമ്മൾ ഈ ഒരു ജന്മത്തിൽ എന്തൊക്കെയാണോ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്, എന്റെ ബുദ്ധിക്ക് ഉണ്ടായിരുന്നത്, അഹങ്കാരത്തിൽ ഉണ്ടായിരുന്നത്, അതിനൊക്കെ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? മറ്റൊരു ശരീരം സ്വീകരിക്കും. വളരെ എന്താ പറയാ, സീക്രട്ട് ആയിട്ടുള്ള ഒരു നോളജ് ആണ്. പക്ഷെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനും പറ്റും. അപ്പൊ നമുക്കറിയാം ഇല്ലേ, ഈ ഒരു ശരീരം ഒരു അവസാനമല്ല, ഈ ഒരു ജന്മം ഒരു അവസാനമല്ല, ഇതിനൊരു ഇങ്ങനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഈ നമ്മളിപ്പോ ചെയ്യുന്നത് ഒരിക്കലും എന്തല്ല, ഈ ചെയ്താല് നമ്മൾ അതിന് ഫലം നമ്മൾ അനുഭവിക്കണം. ഇതൊക്കെ ഒരു എന്താണ്, ഒരു റൊട്ടേഷൻ ആണ്. നമ്മളിപ്പോ ഒരാളെ മനസ്സുകൊണ്ട് നമ്മൾ ഒരാളെ വേദനിപ്പിക്കാന്ന് വെച്ചോ, അതിന് നമ്മൾ ഫലം അനുഭവിക്കും. ഒരാളും നമ്മൾ വെറുതെ പോലും ഒരു ചെയ്ത ചിന്തകൾ പോലും ഇവൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സുകൊണ്ട് ഒരാളെ നമ്മൾ വേദനിപ്പിക്കുക, ചിന്ത കൊണ്ട് നമ്മൾ വേദനിപ്പിക്കുക, അതുപോലും നമ്മൾ അനുഭവിക്കുന്ന പറയണം. അപ്പൊ പ്രകൃതിയുടെ നിയമം അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ അനുഭവിക്കുന്ന വേണം. അപ്പൊ അതിനെ കുറിച്ച് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതായത് കാറ്റ് അല്ലെ, അപ്പൊ ഒരു പൂന്തോട്ടത്തിലുള്ള കാറ്റ് ആ സുഗന്ധത്തെ, പൂക്കളിലെ സുഗന്ധത്തെ വഹിച്ച് ഇങ്ങനെ കൊണ്ടുപോകും അല്ലെ. അപ്പൊ ആ കാറ്റിന് എന്തായിരിക്കും? പൂക്കളുടെ സുഗന്ധമായിരിക്കും. അതേ കാറ്റ് ദുർഗന്ധം നിറഞ്ഞ സ്ഥലത്തൂടെ പോകുമ്പോഴോ ആ കാറ്റിന് ദുർഗന്ധമായിരിക്കും. അതുപോലെ നമ്മൾ ആത്മാവ്, നമ്മുടെ ഒരു അവബോധം എന്താണ്? ശുദ്ധതയാണ്, ശുദ്ധമുള്ളതാണ്. അപ്പൊ പരിശുദ്ധമായിരുന്നു നമ്മുടെ അവബോധം. പക്ഷെങ്കില് അതുപോലെ നമ്മളുടെ ഒരു വേറൊരു ഉദാഹരണം പറഞ്ഞു, വെള്ളം അല്ലെ. വെള്ളം എന്ന് പറയുന്നത് എന്താണ്? അതിന് പ്രത്യേക ഒരു കളറോ അല്ലെങ്കിൽ ഇതോ ഗുണമോ ഒന്നും ഇല്ല. പക്ഷെങ്കിൽ നമ്മൾ അതിന് കളർ ചേർക്കുമ്പോ ആ ഒരു കളറിന്റെ നിറമായിട്ട് വെള്ളം മാറുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ അവബോധം എന്താണ്? വളരെ പരിശുദ്ധമാണ്. ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണ് നമ്മള്. പക്ഷെങ്കിൽ നമ്മൾ ഈ ഒരു ഓരോ ശരീരത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എന്താ പറയാ, ചിന്തകൾ അല്ലെ, നമ്മൾ മനസ്സിലേക്ക് നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് കൊണ്ടും നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ കുറെ സങ്കല്പങ്ങൾ മനസ്സിലേക്ക് നിറയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ സങ്കല്പങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്? അടുത്ത ശരീരത്തിലേക്ക് നമ്മൾ വഹിച്ചു കൊണ്ടുപോകുന്നത്. ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ നമ്മൾ എടുത്തിട്ടാണ് എവിടേക്ക് പോകുന്നത്? നമ്മൾ അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത്. ഞാൻ ഒരാളെ കുറിച്ച് എന്താണ് ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എന്റെ ദേഷ്യത്തിന്റെ അളവ് എങ്ങനെയാണ്, ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണോ, ഇതേ സ്വഭാവമായിരിക്കും എനിക്ക് അടുത്ത ശരീരത്തിൽ കിട്ടുമ്പോൾ ഞാൻ അതേ സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക. അതിനൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. ശരീരത്തിലുള്ളപ്പോ എനിക്ക് മാറ്റാം അല്ലെ. ഞാനിപ്പോ ഒരു ശരീരത്തിലാണുള്ളത്, എന്റെ ആത്മാവ്. അപ്പൊ എനിക്ക് തീരുമാനിക്കാം, ഞാൻ ഇനി ദേഷ്യം പിടിക്കുന്നില്ല, ഞാൻ ഇനി ഇങ്ങനെയാണ് മാറാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ശരീരത്തിൽ ജീവിതത്തിന്റെ ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു റൊട്ടേഷന് നമുക്ക് എന്താക്കണം? ഭഗവാന്റെ അല്ലെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വേണ്ടാത്ത ദേഷ്യമോ അല്ലെങ്കിൽ അസൂയയോ അതൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട്, നമുക്ക് ഇപ്പൊ അറിയാം അല്ലെ, ഇതാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലെ, നമുക്ക് ഒരു ഉറപ്പുമില്ല നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തുമോ നമുക്കറിയില്ല. അടുത്ത ശരീരം മനുഷ്യ ശരീരമായിരിക്കോ നമുക്കറിയില്ല. അപ്പോ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഒരു അവബോധം, മറ്റുള്ളവരെ കുറിച്ചുള്ള ദേഷ്യമോ വാശിയോ പകയോ ഒന്നും തന്നെ നമ്മൾ മനസ്സിൽ കൊണ്ട് നിറയ്ക്കാൻ പാടില്ല. കാരണം അത് നമ്മളെ ഇങ്ങനെ വലിച്ചു 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 കൊണ്ടുപോകും. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മള് പഠിച്ചത്. പുനരഭി ജനനം, പുനരഭിമരണം, പുനരഭി, ആ ഒരു കാര്യം ഇങ്ങനെ ചക്രം പോലെ പോയിക്കൊണ്ടേയിരിക്കുന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മൾ ചിന്തകൾ പോലും വളരെയധികം നമ്മളെ ഇമ്പാക്ട് ഉണ്ട് അല്ലെ, വളരെയധികം നമ്മളെ